إلى حضرة النبي المصطفى والرسول المجتبى الحبيب المقتفى محمد صلى الله عليه وسلم، وإلى حضرة شيخنا وغوثنا وسندنا وملاذنا الشيخ محمد بن الشيخ محمد القادري الجشتي الجيلي جادي قدس الله سره العزيز رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليهم. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ ദിക്റിന്റെ വഴിയിലായി നമ്മളുടെ ശൈഖ് തങ്ങളുടെ ഖദമിലായി എന്നും മഹബ്ബത്തോടെ സ്നേഹത്തോടെ പൊരുത്തത്തോടെ എന്നെന്നും നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ പ്രാവശ്യം വിശുദ്ധമായ മുഹീദ്ദീൻ മാലയിലെ വരികളെ വിശകലനം ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. വിശുദ്ധമായ മുഹീദ്ദീൻ മാല ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ ഷെയ്ഖിനെ മനസ്സിലാക്കാൻ, പൂർണാർത്ഥത്തിൽ ഗുരുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും മഹാന്മാരോടുള്ള മഹബ്ബത്ത് നമ്മളുടെ ഹൃദയത്തിൽ ഇറങ്ങാൻ മുഹീദ്ദീൻ മാല, വിശുദ്ധമായ മുഹീദ്ദീൻ മാല നമ്മളെ ഏറെ സഹായിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അന ബഹറുൻ ബിലാ സാഹിലിൻ, കരയില്ലാത്ത കടലുകളാണ് അവരൊക്കെ. അപ്പോൾ അവരെ മനുഷ്യനറിയാത്ത വസ്തുക്കളാണ്. മനുഷ്യനറിയാത്ത വസ്തുവിനെ നമ്മൾ എത്തി നോക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മളുടെ മഹബ്ബത്ത്, സ്നേഹം, ആ സ്നേഹത്തിൻ്റെ വഴിയിലായിട്ട് എന്നെന്നും ഓർമ്മയിലായി നിലനിൽക്കുക എന്നുള്ളതാണ്. ആ സ്നേഹം, മഹബ്ബത്ത് നമുക്ക് കിട്ടുക എന്ന് പറയുന്നതാണ്, അവിടുത്തെ ദുആയും ബർക്കത്തും കിട്ടുക എന്ന് പറയുന്നതാണ് നമുക്ക് എന്നെന്നും ആവശ്യമായിട്ടുള്ളത്. വിശുദ്ധമായ മുഹീദ്ദീൻ മാലയിൽ തന്നെ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. മഹാനരായ ഖാദി മുഹമ്മദ് തങ്ങളുപ്പാപ്പ എഴുതിയത്, ഇതിൻ്റെ വരികൾ എഴുതിയതിനെ കുറിച്ച് മഹാനവറുകൾ പറയുന്നുണ്ട്. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നൻ, ബാക്കിയമുള്ളവർ ഇതിനെ പഠിച്ചോവർ, കണ്ടന്നറിവാളൻ കാട്ടിത്തരും പോലെ ഖാദി മുഹമ്മദാദെന്ന് പേരുള്ളവർ. മഹാനരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായ ഭാഷയിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ കടഞ്ഞെടുത്ത് എഴുതി തന്നു ഖാദി മുഹമ്മദ് തങ്ങളുപ്പാപ്പ. കോഴിക്കോട്ട് അത്തൂറ തന്നിൽ പിറന്നോവരാണ്. കോർവ ഇതൊക്കെയും നോക്കിയെടുത്തു. അങ്ങനെ ഗ്രന്ഥങ്ങൾ പറഞ്ഞു ഏതിൽ നിന്നാണ് അത് എഴുതിയത് എന്നുള്ളത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, കണ്ടൻ അറിവാളൻ കാട്ടിത്തരും പോലെ എന്ന് പറഞ്ഞാല് എൻ്റെ അറിവാളനായ എൻ്റെ ഷെയ്ഖ് മുറബ്ബി എനിക്ക് കാട്ടിത്തന്നത് പ്രകാരവും മഹാനവറുകൾ ബഹജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തെ അവലംബമാക്കി, അതുപോലെ
ബൈത്തുകള് തക്മില എന്ന് പറയുന്ന ബൈത്തിനെയും ആശ്രയിച്ചിട്ടാണ് മുഹിയുദ്ദീൻ മാലയുടെ വരികൾ എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം മഹാനവറുകള് അതിന് കരുത്തു പകർന്നത് കണ്ടൻ അറിവാളൻ കാട്ടിത്തരും പോലെ. മഹാനവറുകളുടെ ഗുരുമുറബി കാട്ടിക്കൊടുത്തതുപോലെ അതിൻ്റെ ഉൾക്കാഴ്ചയിൽ നിന്നുകൂടിയാണ് മഹാനവറുകള് ഈ വരികൾ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇതിനെ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇതിനെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഭാഗ്യം ഉള്ള മനുഷ്യരാണ് എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. അതോടൊപ്പം മഹാനവറുകൾ പറഞ്ഞു, മൊളിയൊന്നും പിളയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. മൊളിയൊന്നും പിളയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. മൊളിയൊന്നും പിളയാതെ വളരെ ശ്രദ്ധയോടുകൂടെ ഒരു വരി തെറ്റാതെ വളരെ വൃത്തിയായി ശ്രദ്ധയോടെ ഇഖ്ലാസോടുകൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമാണ് എന്ന് പറയുകയുണ്ടായി. അതുമാത്രമല്ല, മുഹീദ്ദീൻ മാലയിൽ മഹാനവറുകൾ തന്നെ അതിൻ്റെ പോരിശയെക്കുറിച്ച് പറഞ്ഞ വരികളാണ് പറയുന്നത്. നമുക്കറിയണതാണ്, എന്നിരുന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ. അല്ലാഹുടെ റഹ്മത്ത് ഇങ്ങനെ ചൊന്നോർക്കും ഇതിനെ പാടുന്നോർക്കും മേലെ കേൾക്കുന്നോർക്കും. ഇതിനെ പാടുന്ന ആളുകൾക്ക് അള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടാകും. അതോടൊപ്പം പാടാൻ കഴിയാതെ അത് കേട്ടു മാത്രം നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അവർക്കും അല്ലാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും. മൊളിയൊന്നു കളയാതെ പിളയാതെ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗാണ്. ഇതിനെ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഭാഗ്യമുള്ള മനുഷ്യന്മാരാണ്. ഇതിനെ ചൊല്ലിയാലും അതിനെ കേട്ടുകഴിഞ്ഞാലും അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാകുന്ന വിഷയമാണ് എന്ന് മഹാനരായ ഖാദി മുഹമ്മദ് തങ്ങളുപ്പാപ്പ അവിടുത്തെ വിശുദ്ധമായ മുഹീദ്ദീൻ മാലയെക്കുറിച്ച് പറയുകയുണ്ടായി. അതുകൊണ്ട് ഏതൊരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ പ്രത്യേകിച്ച് ഖാദിരിയ ത്വരീഖത്തിന്റെ വഴിയിൽ ജീവിക്കുന്ന സാധാരണക്കാരും അസാധാരണക്കാരുമായ മഅരിഫത്തിന്റെ ലെവലിൽ അത്യുന്നതമായ അറിവുള്ളവരും അറിവില്ലാത്തവരും ആര് തന്നെയായാലും മുഹീദ്ദീൻ മാലയെ നെഞ്ചിലേറ്റുക എന്ന് പറയുന്നത് ഒരാവശ്യമുള്ള അനിവാര്യമായ ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ശൈഖ് തങ്ങളുപ്പാപ്പാന്റെ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പാന്റെ പൊരുത്തം കിട്ടുക, അവിടുത്തെ ദുആയും ബർക്കത്തും കിട്ടുക എന്നുള്ളതാണ്. അതിനെന്ത് വേണമെന്നുള്ളത് വിശുദ്ധമായ മുഹീദ്ദീൻ മാലയിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബർക്കത്തും എത്തുമേ. മഹാനരായ ഗൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പാക്ക് എപ്പോഴും ഫാത്തിഹ ഓതുക എന്ന് പറയുന്നത്, അങ്ങനെ ഫാത്തിഹ ഓതിയാലുള്ള ഗുണമെന്താണ്? അവരെ ദുആയും ബർക്കത്തും നമ്മൾക്ക് എന്നെന്നും എത്തിച്ചേരും. അപ്പൊ ലോകത്തുള്ള എല്ലാ മശായിഖന്മാരുടെ ദുആയിലും നമ്മൾ ഉൾപ്പെടണമെങ്കിൽ എല്ലാ മശായിഖന്മാരെ ദുആനെ നീ ഏകണം ഞങ്ങൾക്കാവരെ ദുആ കൂടെ.
മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ ദുആയോടൊപ്പം ലോകത്തുള്ള സകലമാന മശായിഖന്മാരുടെ ദുആയും തരണമെന്ന് ഇതിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ പ്രാർത്ഥനയും ദുആയും ബർക്കത്തും കിട്ടാൻ ഒരേ ഒരു വഴിയാണുള്ളത്, അവർക്ക് എപ്പോഴും ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബർക്കത്തും എത്തുമേ. മുഹീദ്ദീൻ മാലയുടെ സവിശേഷത നമ്മൾ മനസ്സിലാക്കി, അതോടൊപ്പം നമ്മളുടെ ശൈഖ് തങ്ങളുടെ ദുആയും ബർക്കത്തും കിട്ടാനുള്ള വഴികൾ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ആ വരികളെയൊക്കെ നമ്മളുടെ മനസ്സിൽ കൊണ്ടുവന്ന് ആ ഓർമ്മയിലും ചിന്തയിലുമായി നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. കാരണം മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഉപ്പാപ്പാന്റെ പേരിന് തന്നെ വലിയ പോരിശയുണ്ട്. അള്ളാഹ്ക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞ് 99 പേരുണ്ടെങ്കിൽ മുത്ത് റസൂലുള്ളാഹ്ക്കും അതുപോലെ 99 പേരുണ്ടെങ്കിൽ മഹാനരായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളുപ്പാപ്പാക്കും 99 പേരുണ്ട്. ആ പേരില് ഏറ്റവും സവിശേഷമായി എല്ലാവരും അറിയപ്പെടുന്ന പേരാണ് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇതിൽ തന്നെ 3 പേര് വന്നിട്ടുണ്ട്. അപ്പൊ മഹാനരുടെ പേര്, ആ പേരിനെ കുറിച്ച് തഫ്രീജുൽ ഖാത്തിറിൽ പറയുന്നുണ്ട്. ദുക്കിറ ഫീ കിതാബി ഗുൽസാറിൽ മആനി അന്ന സിഫത്തൽ ജലാലിയ, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ ജലാലിയത്തിന്റെ ഗുണം, ഗാംഭീര്യത്തിന്റെ ഗുണം, കാനത്ത് ഗാലിബത്തൻ അലൈഹി ഫീ ബിദായത്തി ഹാലിഹി, ദിക്റിലും അതുപോലെ തന്നെ മുഷാഹദയിലും മുഴുകിയത് കാരണത്താൽ ചൂട് അധികരിച്ചുകൊണ്ട് ജലാലിയത്തിന്റെ ഗുണം മഹാനവറുകളിൽ മികച്ചു നിന്ന ഒരു സാഹചര്യം. ഫബിസബബി ഗലബത്തിഹാ, മഹാനരുടെ ഈ ജലാലിയത്ത് മികച്ചു നിന്ന കാരണത്താൽ മൻ ദക്കറ ഇസ്മഹു ബിഗൈരി വുളൂ, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ പേര് വുളൂ ഇല്ലാതെ ആരെങ്കിലും മൊഴിഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ യുഫാരിഖു റഅ്സുഹു ജസദഹു, അവന്റെ ശരീരത്തിൽ നിന്ന് തല വേർപെട്ടു പോകുന്ന ഒരവസ്ഥ. അത്രയും കടുപ്പമായിരുന്ന ആ പേരിന് പോലും ഫയമൂത്തു, അങ്ങനെ അതേ സ്പോട്ടിൽ ആ മനുഷ്യനും മരിച്ചു പോകുന്ന ഒരവസ്ഥ. ഫറആ ജദ്ദുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കണ്ടിട്ട് ഫഖാല ലഹു, ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാനോട് പറഞ്ഞു, ഉത്റുക് ഹാദിഹിൽ ഹാലത, ഈ അവസ്ഥയെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാകും. പേര് പറയുന്നവരുടെ ശരീരത്തിൽ തലയുണ്ടാകൂല എന്ന് പറഞ്ഞാൽ, അതേ സമയത്ത് അയാൾ മരിച്ചു പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കടുപ്പം എത്രയായിരിക്കും. അതുകൊണ്ട് ഈ അവസ്ഥ വേണ്ട. വസയജീഉ സമാനുൻ യദ്കുറൂന ഇസ്മല്ലാഹി വഇസ്മി ബിഗൈരി അദബിൻ വഹുർമത്തിൻ, ഇനി ഒരു കാലം വരാനുണ്ട്. ആ വരാൻ പോകുന്ന കാലത്ത് അല്ലാഹുവിൻ്റെ പേരും മുത്ത് റസൂലായ എൻ്റെ പേരും ആളുകള് അദബില്ലാതെ, ഹുർമത്തില്ലാതെ, ബഹുമാനമില്ലാതെ പറയുന്ന ഒരു കാലം വരാനുണ്ട്. അങ്ങനെ വരും. അതുകൊണ്ട് അങ്ങയുടെ ഈ അവസ്ഥ ഒഴിവാക്കി അതിൽ ഇളവ് കാണിക്കണമെന്ന് പറഞ്ഞപ്പോ ഫതറകഹ റഹ്മത്തൻ ലിൽ ഉമ്മത്തി,
ഉമ്മത്തിനോടുള്ള കാരുണ്യം കാരണത്താൽ മഹാനവറുകള് ആ അവസ്ഥയെ മാറ്റി നിർത്തി എന്നുള്ളതാണ് പറയുന്നത്. അവിടുത്തെ പേര് പറയുന്നത് തന്നെ വലിയ മഹത്വമുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. 1000 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോരിശയെക്കുറിച്ച് കുത്തുബിയത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത്രക്കേറെ മഹത്വമുള്ളതാണ്. മഹാനരായ ഗൗസുല്ലാദം തങ്ങളുപ്പാപ്പാന്റെ പേരിന് പോലും ആ പേരിന് അത്രയേറെ കടുപ്പമുണ്ടായിരുന്നു. തഫ്രീജുൽ ഖാത്തിറിലെ 18-ാമത്തെ പേജിൽ വേറൊരു കാര്യവും കൂടി അത് സംബന്ധമായി പറയുന്നു. ലമ്മഷ്തഹറത്ത് ഹാദിഹിൽ ഹാല, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ ഈ ജലാലിയത്തിന്റെ അവസ്ഥയിൽ അവിടുത്തെ നാമം മൊഴിയുമ്പോഴുണ്ടാകുന്ന പ്രയാസം അത് പ്രസിദ്ധമായപ്പോൾ വലം യതിഖ അഹദുൻ ദിക്റ ഇസ്മിഹി ശരീഫ് ബിഗൈരി വുളൂ, ഒരാൾക്കും അവിടുത്തെ നാമം വുളൂ ഇല്ലാതെ പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ. മഖാഫതൻ അലാ നഫ്സിഹി, തൻ്റെ ഓരോരുത്തരും അവനവനെ പേടിച്ചിട്ട് വളരെ പവിത്രതയോടെ ഭവ്യതയോടെ വുളൂവോടുകൂടെ മാത്രം ആ നാമം ഉച്ചരിക്കണം. ഇല്ല എങ്കിൽ വളരെയേറെ പ്രയാസമുണ്ടാകും. അങ്ങനെ എല്ലാവരും അത് അനുഷ്ഠിക്കാൻ തുടങ്ങി. ഈ സാഹചര്യം വളരെ പ്രസിദ്ധമായി ആളുകൾക്കിടയിൽ പ്രചരിച്ചപ്പോ ഇജ്തമഅത്ത് ഔലിയാഉ ബഗ്ദാദ്, ബഗ്ദാദിലെ ഔലിയാക്കൾ എല്ലാവരും ഒരുമിച്ചുകൂടി. വൽതജൗ ലിഹദ്റതിഹി, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ സന്നിധാനത്തിലേക്ക് അവര് വന്നു. എന്നിട്ട് കേണപേക്ഷിച്ചു അയ്യഅഫു അന്നാസ മിൻ ഹാദിഹി ശിദ്ദതി, ഈ കടുപ്പപ്പെട്ട അവസ്ഥയിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു ഇളവ് കാണിക്കണം അങ്ങ് എന്ന് മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാനോട് കേണപേക്ഷിച്ചപ്പോ റഹ്മത്തൽ ലിൽ ഇബാദി, അടിമകളോടുള്ള കാരുണ്യം കാണിച്ചുകൊണ്ട് അങ്ങീ കടുപ്പത്തെ ഒഴിവാക്കി തരണം, ഒന്ന് ഇളവ് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോ ഫഖാല, മഹാനവറുകൾ പറഞ്ഞു, ഇന്നി ലാ ഉഹിബ്ബു ഹാദിഹിൽ ഹാലാ, ഞാൻ ഈ ഒരു അവസ്ഥ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പക്ഷേ അല്ലാഹുവിൻ്റെ ആ ഇസ്മില് ലയിച്ചത് കാരണത്താൽ അതിൻ്റെ മഹത്വം എന്നിലേക്ക് വന്നു ചേർന്നതാണ് എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. അന്ന മൻ ദക്കറ ഇസ്മഹു ശരീഫ് ബിഗൈരി വുളൂഇൻ, വുളൂ ഇല്ലാതെ മഹാനവറുകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ യലീഖു അലൈഹി റിസ്ഖു, ഭക്ഷണത്തിൽ പ്രയാസമുണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വമൻ നദറ ഹദിയതൻ ഇലാ ഹദ്റതിഹി, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ ഹദ്റത്തിലേക്ക് ഒരു ഹദിയ ആരെങ്കിലും എന്തെങ്കിലും നേർച്ചയാക്കി കഴിഞ്ഞു എങ്കിൽ ഫലാ ബുദ്ദ മിനൽ വഫാഇ, ആ നേർച്ച കൊടുത്തു വീട്ടൽ നിർബന്ധമാണ്. ഇല്ല എങ്കിൽ അല്ലാ യഖഅ ഫിൽ ജഫാ, മഹാനവറുകളോടുള്ള അകൽച്ച അവനിൽ സംഭവിച്ചു പോകും. മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാനോടുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതാണ്. അതുകൊണ്ട് നേർച്ചയാക്കി കഴിഞ്ഞാൽ ആ നേർച്ച വീട്ടിക്കോളണം. വമൻ അഹ്ദാ ലൈലത്തൽ ജുമഅത്തി ഹൽവൻ ഇലാ ഹദ്റത്തി റൂഹിഹി, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ റൂഹ് വിചാരിച്ച് ആ ഹദ്റത്തിലേക്ക് ഹൽവ ഒരാള് ജുമുഅയുടെ രാത്രിയിൽ ഹദിയയായി സമർപ്പിക്കുകയും
വഖറഅൽ ഫാത്തിഹ, ഫാത്തിഹ ഓതുകയും ചെയ്തു. വഖസ്സമഹു അലൽ ഫുഖറാഇ, പാവപ്പെട്ടവർക്ക് ആ ഹലുവ വിതരണം ചെയ്തു കഴിഞ്ഞാൽ വസ്തമദ്ദ മിൻ ഹളറത്തിഹി, അവിടുത്തെ സന്നിധാനത്തിൽ നിന്ന് എല്ലാ മദദുകളും സഹായങ്ങളും വന്നു ചേരണമെന്ന് വിചാരിച്ചാൽ യമുദ്ദുഹു ബിഅംദാദിൻ കസീറത്തിൻ, ഒരുപാട് സഹായങ്ങൾ അവനിലേക്ക് വന്നു ചേരുന്നതാണ്. വമൻ ഖറഅൽ ഫാത്തിഹത ലിഹദറത്തിഹി ഫി ബഅദിൽ അഹ്യാനി അലാ തുആമിഹി മിമ്മാലിഹി, മഹാനരായുടെ ഹദറത്തിലേക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഫാത്തിഹ ഓതി തൻ്റെ ഭക്ഷണത്തിൽ നിന്ന്, തൻ്റെ സമ്പത്തിൽ നിന്ന് ഭക്ഷണമുണ്ടാക്കി ആ ഭക്ഷണം ഹദിയയാക്കിയിട്ട് ഫാത്തിഹ ഓതി നേർച്ചയാക്കി കഴിഞ്ഞാൽ ഇരുലോകത്തുമുള്ള എല്ലാ പ്രയാസങ്ങളും അവന് നീക്കപ്പെടുന്നതാണ്, തുറവടിയാകുന്നതാണ്. വമൻ ദക്കറ ഇസ്മഹു ശരീഫ അലാ വുളൂഇൻ ബിൽ ഇഖ്ലാസി താം, പൂർണ്ണമായ വുളൂഓടുകൂടെ വളരെ നിഷ്കളങ്കമായി ഇഖ്ലാസോട്, പൂർണ്ണമായ ഇഖ്ലാസോടുകൂടെ അവിടുത്തെ നാമത്തെ മുഴിഞ്ഞു കഴിഞ്ഞാൽ ഫഇന്നഹു യകൂനു മസ്റൂറൻ ഫീ ദാലികൽ യൗമി, ആ ദിവസം അവൻ വളരെ സന്തോഷവാനായിരിക്കുന്നതാണ്. വയംഹുല്ലാഹു സയ്യിആതിഹി, അവൻ്റെ എല്ലാ കുറ്റങ്ങളും പാപങ്ങളും മായ്ച്ചു കളയുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ചുരുക്കി പറഞ്ഞാൽ, പറഞ്ഞു വന്നത് മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാനെ ഓർക്കുന്നതിൻ്റെ, അവിടുത്തെ നാമം പോലും ഓർക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. അപ്പൊ അവിടുത്തെ മുഹയ്യിദ്ദീൻ മാലയുടെ വരികൾ എത്ര പവിത്രമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. യാ ഗൗസൽ ആലം എൻ അല്ലാഹ് വിളിച്ചോവർ, അല്ലാഹു വിളിച്ച, ഗൗസുൽ ആലം എന്ന അല്ലാഹ് വിളിച്ച ആ വിളിയും അതിൻ്റെ വരികളും അതിൻ്റെ ഓർമ്മയിലും അതിൻ്റെ ശുദ്ധിയിലും ശുദ്ധിബോധത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെതായ പോരിശയും മഹത്വവും ലഭിക്കുന്നതാണ്. മഹാന്മാരെ കുറിച്ചറിയാൻ, അവനവനാൻ്റെ മുറബ്ബിയായ മശായിഖന്മാരെ കുറിച്ചറിയാനും അവൻക്ക് സഹായമാകുന്നത് മുഹയ്യിദ്ദീൻ മാല തന്നെയാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കൂലെങ്കിലും കഴിയുന്നതുപോലെ നമ്മൾക്ക് അവരോട് ചേർന്ന് ജീവിക്കാൻ, അവരുടെ സ്നേഹത്തിലായി അവരുടെ ഓർമ്മയിലായി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. അവരുടെ കനിവ് വലുതാണ്, വലിയ കനിവുള്ളവരാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു സംഭവം പറയുകയുണ്ടായി. കാലക്കൂട്ടി മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ, ഒരു മനുഷ്യന് രോഗമുണ്ടായി. ആ രോഗത്തെ ആ മനുഷ്യൻ മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാനെ കാണാനുള്ള കൊതിയോടുകൂടെ ബഗ്ദാദിലേക്ക് തൻ്റെ നാട്ടിൽ നിന്ന് കാലെടുത്ത് വെച്ച ആ നീയത്തും ആ കാൽവെപ്പും അങ്ങകലെ ബഗ്ദാദിന്റെ ഹളറത്തിൽ നിന്ന് മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ കണ്ടു. ആ മനുഷ്യൻ ഇവിടെ എത്തുന്നതിന് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പേ മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ആ മനുഷ്യനെ മുഴുവൻ സ്കാൻ ചെയ്തു, മനസ്സിലാക്കി ആ മനുഷ്യന് വരാൻ പോകുന്ന വലിയൊരു അപകടം, വലിയൊരു രോഗം, ആ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ ആ രോഗത്തിന്
ചികിത്സയായിട്ട് 40 കുതിരകൾ, ആ കുതിരകളെ മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പ വാങ്ങിയിട്ട് അവിടുത്തെ ബഗ്ദാദിലെ ആലയുണ്ടാക്കി അതിൽ കെട്ടിയിടുകയുണ്ടായി. അങ്ങനെ ഈ മനുഷ്യന്, നമ്മളത് വിശദമായി പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ്, ഈ മനുഷ്യൻ ബഗ്ദാദിൽ നിന്ന് വളരെയേറെ കൊതിയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ മഹാനരായ ഗൗസുൽ-ആദം തങ്ങൾ ഉപ്പാപ്പാന്റെ ഹദറത്തിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോ ബഗ്ദാദിലെത്തി. വഴിയിൽ വെച്ച് ആദ്യമായിട്ട് ബഗ്ദാദിലെത്തിയപ്പോ ആ മനുഷ്യൻ ഈ ആലയാണ് കാണുന്നത്. ഫറഅ 40 ഫർസൻ. അപ്പൊ 40 കുതിരകള്, ആ കുതിരകളെ കെട്ടിയ കയറ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും, അതിന് വിരിച്ചിരിക്കുന്നതും അതുപോലെ പട്ടിന്റെ ഉടയാടകള്. ഇതൊക്കെ കണ്ട് ആ മനുഷ്യനാകെ അങ്കലാപ്പിലായി. ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ആ കാഴ്ചപ്പാടിന് ആ മനുഷ്യന് ഒരു മാറ്റമുണ്ടായി. എങ്ങനെയാണ് ഒരു വലിയന്റെ ആലയിൽ കെട്ടിയിരിക്കുന്ന കുതിരക്ക് അതിൻ്റെ കയറ് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും, അതിന് വിരിച്ചു കൊടുത്തിരിക്കുന്നത് പട്ടിൻ്റെതൊക്കെ ആവുക എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വലിയൊരിക്കലും വലിയാവുകയില്ല എന്നൊക്കെ ചിന്തിച്ച അഖീദ ഫസാദായിപ്പോയി ആ മനുഷ്യന്റെ. അങ്ങനെ ആ മനുഷ്യന് മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ ഹദറത്തിൽ കൊതിയോടെ വന്നിട്ട് അവിടെ കയറാതെ, സംശയത്തോടുകൂടെ അവിടെ കയറാതെ വേറെ എവിടോ പോയി. അങ്ങനെ അദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്ന രോഗം വന്നെത്തിച്ചേർന്നു. അങ്ങനെ ഡോക്ടർ വിധിച്ചു, ഒരു വൈദ്യൻ വിധിക്കുകയുണ്ടായി, നിങ്ങളുടെ രോഗം മാറണമെങ്കിൽ 40 കുതിരകളുടെ കരള് നിങ്ങൾ എടുത്ത് തിന്നണം എന്ന്. അങ്ങനെ അന്വേഷിച്ചു. അവസാനം ആ പറഞ്ഞ രീതിയിലുള്ള കുതിരകൾ മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പ ഒരുക്കി വച്ചിരിക്കുന്ന ആലയിലെ കുതിരകളാണ് എന്ന് കണ്ടെത്തുകയും അവിടുത്തെ ഹദറത്തിൽ പോയി കുതിര ആവശ്യപ്പെട്ടു. ഓരോ കുതിര 40 എണ്ണം ഓരോന്നോരോന്നായിട്ട് മഹാനരോട് ചോദിച്ചു വാങ്ങുകയും അങ്ങനെ ആ മനുഷ്യന്റെ രോഗം ശിഫയാവുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് മാപ്പ് പറയാനും തൗബയും ആയിട്ട് ആ മനുഷ്യൻ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ ഹദറത്തിലേക്ക് വന്നു. അപ്പോഴാണ് മഹാനവർകൾ പറഞ്ഞു കൊടുത്തത്, നീ അവിടെ നിന്ന് എന്നെ കാണാനുള്ള കൊതിയോടുകൂടെ കാലെടുത്ത് വെച്ചപ്പോ നിന്റെ പ്രയാസങ്ങളെ നീക്കാനുള്ള ഒരുക്കങ്ങൾ ഞാനിവിടെ നടത്തിയിട്ടുണ്ട്. അതാണ് നിന്നെ വസ്വാസാക്കി പോയത്. എന്നിരുന്നാലും തൗബ ചെയ്ത ആ മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ മാത്രമല്ല, ആ ചികിത്സിക്കാൻ വേണ്ടി 40ഓളം കുതിരകളെ യാണ് ഇതിൻ്റെ ചികിത്സയുള്ളത് എന്ന് പറഞ്ഞ ആ വൈദ്യൻ ഒരു നസ്രാനിയായിരുന്നു. ആ മനുഷ്യനും ആ സംഭവത്തിലൂടെ മഹാനരായ ഗൗസുൽ-ആദം മുഖേന മുസ്ലിമാവുകയുണ്ടായി. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ. അപ്പൊ മഹാന്മാരുടെ ഔദാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എത്ര കനിവുള്ളവരാണ് അവർക്ക്. നമ്മൾ അറിയൂലേ എന്നുള്ളതല്ല, അവരെ നീയത്ത് അവരോടുള്ള, അവരുടെ ഹദറത്തിലേക്ക് പോകുമ്പോഴുള്ള നമ്മളുടെ നീയത്ത് നന്നായോ ഇല്ലേ എന്നുള്ളതാണ് അവരുടെ നോട്ടം. മഹാന്മാരുടെ ഹദറത്തിൽ പോകുന്നവരിത് പാലിച്ചു കഴിഞ്ഞാൽ, നീയത്ത് നന്നാക്കി വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ടുവന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ കനിവിനും അവരുടെ കൃപക്കും അവരുടെ റഹ്മത്തിനും നമ്മൾ വിധേയരാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. മഹാന്മാരുടെ പൊരുത്തത്തിലും ഗുരുത്വത്തിലും സ്നേഹത്തിലും കൃപയിലുമായി എന്നെന്നും ജീവിക്കുവാനുള്ള ഈമാനികമായ കരുത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദബുകേടായി വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ
പാപികളായ നമ്മളുടെ ആ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു